നമസ്കാരം. വില കുറച്ചാൽ എന്ത് സംഭവിക്കും? ആലപ്പുഴയിലെ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ അദ്ദേഹം ഒരു പുതിയ ഫാക്ടറി ആലപ്പുഴയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങൾ ഫ്യൂച്ചർ എക്സ്പാൻഷൻ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ, ജനറേറ്റർ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് കൊട്ടേഷനായിട്ട് നൽകിയത്. ഈ കൊട്ടേഷൻ കിട്ടിയ അപ്പോൾ തന്നെ അദ്ദേഹം വിളിച്ചു. ഈ ജനറേറ്ററും ട്രാൻസ്ഫോമറും ഇത് ഭയങ്കര റേറ്റിംഗ് കൂടുതലാണ്, നമുക്ക് ഇത്രം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സാറേ എത്രയുടെ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വേണം, എത്ര കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറാണ് വേണ്ടതെന്നും അദ്ദേഹം ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നു. അതനുസരിച്ചിട്ടുള്ള ഒരു കൊട്ടേഷൻ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്ത കൊട്ടേഷനിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ എമൗണ്ട് കുറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി. അത് നമുക്ക് ആ ഓർഡർ കിട്ടുകയും ആ ഓർഡർ പ്രകാരം ആ പ്രൊജക്റ്റ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇലക്ട്രിക്കൽ അപ്രൂവലുകളെല്ലാം കിട്ടി. KSEB ചാർജിങ് കഴിഞ്ഞു. പ്രൊഡക്ഷനൊക്കെ ആരംഭിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ല. ഇടയ്ക്ക് പ്രൊഡക്ഷൻ ഫെയിലിയർ ആവുന്നു, പവർ സപ്ലൈ പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ പ്രശ്നങ്ങൾ, അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രൊഡക്ഷനുകൾ നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും അദ്ദേഹം പിന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ പ്ലാന്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറോ ജനറേറ്ററുകളോ അല്ല അത് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിന് അത് മനസ്സിലായി. ഇതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പ്രൊജക്റ്റിൻ്റെ വില കുറച്ചു കഴിഞ്ഞാൽ പ്രവർത്തനശേഷി കുറയും. ഇലക്ട്രിക്കൽ ഡിസൈനിൽ കുറയ്ക്കേണ്ടത് പണമല്ല, ഭാവിയിലെ പ്രശ്നങ്ങളാണ്. പുതിയ ഒരു ഫാക്ടറി നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ കൺസൾട്ടേഷന് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. സേഫ് പവർ, സ്ട്രോങ് ഫ്യൂച്ചർ.